ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നീട് കൂട്ടമർദ്ദനമായിരുന്നു. വിവിധ കേസുകളിൽ പ്രതിയായ ആളുടെ സുഹൃത്തായ പെൺകുട്ടിക്കാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഹായ് മെസ്സേജ് അയച്ചത്. ഉടനെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അരുക്കുറ്റി പഞ്ചായത്ത് 2-ാം വാർഡിൽ വിടുതല ജെട്ടി തെക്കേ കണിച്ചുകാട്ടിൽ വീട്ടിൽ ജിബിൻ ജോർജിനാണ് മർദ്ദനമേറ്റത്. ജിബിനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അരുക്കുറ്റി സ്വദേശിയായ പ്രഭജിത്ത്, സിന്തൽ, കണ്ടാലറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. 21-ന് രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. അരുക്കുറ്റി അരൂർ പാലത്തിന്റെ ഇറക്കത്തിൽ സ്കൂട്ടറിലിരുന്ന് ജിബിൻ മൊബൈൽ ഫോണിൽ നോക്കവേ കാറിൽ പ്രഭജിത്തും സിന്തലും വന്നിറങ്ങി. പ്രഭജിത്തിന്റെ സുഹൃത്തായ പെൺകുട്ടിക്ക് ജിബിൻ മെസ്സേജ് അയച്ചതറിഞ്ഞാണ് ഇരുവരും എത്തിയത്. അതിലൊരാൾ ജിബിന്റെ കരണത്തടിക്കുകയും സ്കൂട്ടറിന്റെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. തുടർന്ന് അതേ സ്കൂട്ടറിൽ ജിബിനെ ബലമായി പിടിച്ച് നടുവിലിരുത്തി ഇരുവരും സ്കൂട്ടർ ഓടിച്ചുപോയി. പോയ വഴി വണ്ടി നിർത്തി മർദ്ദനം തുടങ്ങി. അരുക്കുറ്റി കളരിക്കൽ ഭാഗത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് മർദ്ദനം തുടർന്നു. 4 പേർ കൂടി അവിടേക്ക് എത്തിയിരുന്നു. എല്ലാവരും ചേർന്നായിരുന്നു പിന്നീട് മർദ്ദനം. ജിബിന്റെ കൈകൾ പിന്നോട്ട് വലിച്ചു പിടിച്ച് അടിച്ചത് കൂടാതെ കഴുത്തിൽ കയർ കുരുക്കി മുറുക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിയപ്പോൾ കുരുക്കഴിക്കുകയായിരുന്നു. പിന്നീട് പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ പോയത്. പിറ്റേ ദിവസമാണ് ജിബിൻ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ ജിബിനെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും പരിക്കുകളോടെ ജിബിൻ വീട്ടിലെത്തി. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വടി, മരക്കഷ്ണം എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചെന്നാണ് ജിബിന്റെ മൊഴി. പ്രതികൾ ജിബിന്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടുമുണ്ട്.